ഒരു ജൈവചിന്തകൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അയാൾ തത്വചിന്തയുടെ ഭാഷയിൽ സംസാരിക്കില്ല, അയാൾ തത്വചിന്തയുടെ സങ്കല്പനങ്ങളോ സംവർഗങ്ങളിലോ ഒന്നും പ്രബന്ധം എഴുതില്ല. അയാൾ ജീവിതത്തിൻ്റെ നടുക്ക് നിൽക്കുകയും ജീവിതം നൽകുന്ന ഉൾക്കാഴ്ചകളെ ചിന്തയുടെ ആശയങ്ങളുടെ രൂപത്തിൽ അവതരിപ്പിക്കുകയും ആശയമായി കെട്ടുപോകാൻ അനുവദിക്കാതെ അത് പ്രവൃത്തിയിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ രണ്ട് തലങ്ങളിൽ നിന്ന് നീതിയിലേക്ക് സഞ്ചരിക്കാൻ ശ്രമിച്ച ഒരാളുടെ പേരായിരുന്നു ഗാന്ധിജി എന്നുള്ളത്. ഗാന്ധിജി രണ്ട് വഴികളിലും സഞ്ചരിച്ച ഒരാളാണ്. അദ്ദേഹം ദൈവത്തെ അഴിച്ചു പണിതു. അദ്ദേഹം ദൈവം എന്നതിനെ മതത്തിൻ്റെ ആചാരപരതയോ സ്ഥാപന രൂപങ്ങളോ അനുഷ്ഠാനക്രമങ്ങളോ ഒന്നുമായി കണ്ടില്ല. അദ്ദേഹം മതത്തെ അതിൻ്റെ ധാർമ്മിക ശക്തിയായി കണ്ടു. മതത്തെ ഒരു ധാർമ്മിക ശക്തിയായി കാണാമെന്ന് ഇന്ന് മതവിശ്വാസിയോട് പറഞ്ഞാൽ ഇതെന്താ സംഗതി എന്ന് ചോദിക്കുന്ന സ്ഥിതിയിലെത്തി മതം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ആലഞ്ചേരി പിതാവൊക്കെ ഉണ്ടായത്. അതിപ്പോൾ ഒരു മതത്തിൻ്റെ അക്കൗണ്ടിലൊന്നും എഴുതണ്ട കേട്ടോ, എല്ലാ മതവും അവരവരെ കൊണ്ട് പറ്റുന്ന പോലെ ഇത് ചെയ്യുന്നുണ്ട്. അതിൽ മതഭേദമൊന്നുമില്ല, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന് പറഞ്ഞതിൽ ഏതാണ്ട് ഇതാണ് ഏറ്റവും ശരിയായി നിൽക്കുന്നത്. അവരവരെ കൊണ്ട് പറ്റുന്ന പോലെ ഈ സമൂഹത്തെ കുളം തോണ്ടുക എന്നുള്ള കാര്യത്തിൽ ഇന്ന് മതങ്ങൾ നിർവഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല. കാരണം അതിൻ്റെ ധാർമ്മിക ശക്തിയെ ഗാന്ധിജി പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാൻ ഉത്തമനായൊരു ഹിന്ദു ആയതുകൊണ്ട് ഞാൻ ഉത്തമനായൊരു മുസൽമാനാണ്. കാരണം ഈ ഉത്തമനായ ഹിന്ദുവായി ഞാൻ മാറിയത് രണ്ടില്ല എന്ന സ്ഥിതിയിലാണ്, അഭേദാവസ്ഥയിലാണ്. വിവേകാനന്ദൻ പിന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേദാന്തം വേണ്ടത്രയുണ്ട്, പക്ഷേ നിങ്ങൾക്ക് പ്രായോഗിക വേദാന്തം ഇല്ല. പ്രായോഗിക വേദാന്തം എന്താണ്? രണ്ടില്ല എന്നറിയല. അറിഞ്ഞാൽ പോരാ, സെമിനാറിൽ പറഞ്ഞാൽ പോരാ, അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണ പണിയാണ്. ഞാൻ സാന്ദർഭികമായിട്ട് പറയാം, പണ്ട് മാർക്സ് പറഞ്ഞൊരു വാക്യമുണ്ട്, മനുഷ്യവംശത്തിൻ്റെ യാതനകളെ കണ്ടില്ലെന്ന് നടിച്ചിരുന്നെങ്കിൽ ഞാൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഒരു പ്രൊഫസറാകുമായിരുന്നു എന്നാണ്. പ്രൊഫസർമാരെങ്ങനെ പ്രൊഫസർമാരാകുന്നു എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം കൂടിയാണ്. ഗുരു കണ്ട ആളാണ്, ഗാന്ധി കണ്ട ആളാണ്. പ്രൊഫഷണൽ ഫിലോസഫിയുടെ ഭാഷ എഴുതാത്തതുകൊണ്ട് ഗാന്ധി ഒരു പൊട്ടനാണെന്ന് കരുതുന്ന ധാരാളം ആളുകൾ ഈ രാജ്യത്തുണ്ട്. നമ്മുടെ യുക്തിവാദികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധിജിയാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവെന്ന് വാദിച്ച് സമർത്ഥിക്കാൻ മണിക്കൂറുകൾ ചിലവാക്കുന്ന ആളുകൾ ഇപ്പോഴും കാണാം. ഗാന്ധിജി അന്ധവിശ്വാസിയായിരുന്നു, രാമരാജ്യം. ഗാന്ധിജി മതവാദിയായിരുന്നു എന്നതിൻ്റെ തെളിവായിട്ട് ഹാജരാക്കുന്നതാണ് രാമരാജ്യം എന്നുള്ളത്. ഗാന്ധിജി രാമനെക്കുറിച്ച് പറഞ്ഞൊരു വാക്യമുണ്ട് കേട്ടോ, എൻ്റെ രാമൻ ദശരഥപുത്രനല്ല, സീതാപതിയല്ല, അയോധ്യയിലെ രാജാവല്ല, എൻ്റെ രാമൻ എൻ്റെ മനസ്സിലെ സത്യബോധത്തിൻ്റെ പേരാണ്. ഗാന്ധിജി ചരിത്രത്തിലെ സുപ്രധാന സന്ദർഭങ്ങളിലൊന്നാണ്. അത് കുറ്റമറ്റ ഒരു മഹാമാതൃകയായി, തെറ്റൊന്നും പറ്റാത്ത ഒരു വിശുദ്ധ പുരുഷനായി നിങ്ങൾക്ക് ചുമരി തൂക്കാവുന്ന ഒരു പടമായിട്ട് അല്ല. ഇന്ന് ഭരണകൂടം ചെയ്യുന്നത് പോലെ ഈ തെരുവിൽ കാണുന്ന ചപ്പും ചവറൊക്കെ പറക്കിക്കളഞ്ഞ ഒരാളുടെ പേരല്ല ഗാന്ധിജി എന്നത്. മൂപ്പര് പറക്കിക്കളയാൻ ശ്രമിച്ച ആദ്യത്തെ ചവറാണ് വാസ്തവത്തിൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അത് മതഭ്രാന്ത് എന്ന ചവറാണ്. ആ മതഭ്രാന്ത് എന്ന ചവറിനെ ഇന്ത്യയുടെ രാഷ്ട്രശരീരത്തിൽ നിന്ന് തൂത്തുവാരിക്കളയാനുള്ളൊരു മഹാപരിശ്രമത്തിൻ്റെ പേരായിരുന്നു ഗാന്ധിജി എന്നത്. ആ ഭ്രാന്ത്, ആ ചവറ് നമ്മെ വിഴുങ്ങുകയും നമ്മുടെ മുകളിൽ കൂനകൂനയായി വന്ന് വീഴുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് വാസ്തവത്തിലിത്. അതുകൊണ്ട് ഗാന്ധിജിയെ ഓർക്കുക എന്ന് പറയുന്നത് ഗാന്ധിജിയെ ഓർക്കലല്ല, അദ്ദേഹത്തിൻ്റെ ഒരു വാക്യത്തെ ഓർക്കുകയാണ്, അത് പ്രവർത്തിക്കുക എന്നതാണ്.